എടാ ഇതെന്താണിത് മുത്തേ? ഇതേത് സ്ഥലം? ഇതാണ് റിവീലിങ്ങിന് വന്ന സ്ഥലം. ഇതെന്താണിത്? ഇതേത് എന്തോന്നിത്? ഇനി ഇവിടെ നീ അങ്ങ് പറഞ്ഞോ എടാ. നിൽക്കാൻ എൻ്റെ ഗ്രാഫിക്സ് തെണ്ടി കുറഞ്ഞ് കാണും. ഇല്ല കുറഞ്ഞ സോറി മുത്തേ, ഗ്രാഫിക്സ്. സിറ്റി ടു ഹൗസ് വന്നാ? ഓ മുത്തേ, ഞാൻ ഇതുവരെ ഇവിടെ റിവീലിങ്ങിന് വന്നിട്ടില്ല കേട്ടോ. ഈ സ്ഥലത്ത് സിറ്റി 2-ൽ ആദ്യമായിട്ടാണ് ഞാൻ റിവീലിങ്ങിന് വരണേ. നന്നായിരിക്കും ചാറ്റേ. സിറ്റി 2 എന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇവിടെ എൻ്റെ വീടാണ്. അവിടെ പോവാം. എടാ കാറൊന്ന് കഴുകിയിട്ടേ ഞാൻ പോകും, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ലൊട്ടായിരിക്കും. പക്ഷേ കാർ കഴുകി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കാർ കഴുകാൻ പറ്റുമല്ലോ തോന്നുന്നത്. എന്ത് ലോട്ട, ഞാൻ കാർ കഴുകി അവിടെ പോവും. എടാ ഇവിടെ കാർ കഴുകത്തില്ലേ ചാറ്റേ? ഇതെന്ത് വൃത്തികെട്ട സ്ഥലം ഇത്. ഇവിടെ കാർ കഴുകില്ല. എത്രയും നാൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇവിടെ കാർ കഴുകത്തില്ലേ? എൻ്റെ പൊന്നോ, ഇതൊക്കെ മൊത്തം റിപ്പയർ ഇല്ലടാ. CW ഇല്ലടാ ഇവിടെ. CW ഇല്ലേ? എന്ത് തൊലി എന്നാണ് ചാറ്റേ, സീരിയസ്ലി. ചാറ്റേ എൽ എടാ എന്തായാലും അങ്ങോട്ട് പോവാടാ. കാർ കഴുകണ ഞാൻ സിറ്റി പോകണോ ചാറ്റേ? എന്ത് പറയരുതാണ്. യാത്രോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞോട്ട്. ക്രിസ്മസ് ഹാപ്പി ബർത്ത്ഡേ എന്തൊക്കെ കീബോർഡ് കയറി വരണല്ലോ ഒട്ടേ. ഇതൊന്നും ഞാൻ അടിച്ചതല്ലേ, പണ്ടപ്പോഴേ അടിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ ഉണ്ട്. അവിടെ ഇന്ത്യർ ഇട്ട് പോയാലാ മൊത്തത്തിൽ അഴുക്കാച്ചിരിക്കാണ്ട് അങ്ങനെ കാണാൻ പോയി. ഇന്ത്യർ ഇട്ട് പോകാൻ പതിയെ പോയാൽ പോരെ. ഇത് പിടയ്ക്കണം എന്തിനാണ്? ഇത് തന്നെ പതിയെ പോവുക. നമ്മളെന്തിനും പടച്ചിട്ട് എന്തിനാക്കായി? ലൊട്ടനഹി മുത്തേ, ലൊട്ടനഹി. ഫ്രണ്ടാണോ ഒന്ന്? ഫ്രണ്ട് അമ്മ ഒന്ന്? എടാ നീ മനസ്സിലായില്ലടാ മുത്തത്തി, മര്യാദയ്ക്ക് മനസ്സിലാവുന്ന രീതി ഇറ. ഇത് എന്താണിത്? ലൊട്ട ഇന്ത്യർ ശരിയാവൂല. അഴുക്കായിത്തിരുന്ന് കാണാൻ വയ്യടാ. ഇത് എന്തെന്നാണ്? മഞ്ഞിപ്പോയോണ്ടാണോ? അന്ന് മഞ്ഞിപ്പോയില്ലായിരുന്നു നമ്മൾ. അതാണ് അഴുക്കായത് ഫുള്ള്. എടാ ഞാൻ വരുവാണേ. റെഡ് ഫോക്സ് ബ്രോ എവിടെയാ? സിറ്റി 2 ഹൗസിലോട്ട് വരുവാണ്. അങ്ങോട്ട് പോയിക്കോ. ഞാൻ വരുവാണ്. ടൈപ്പ് ചെയ്തിടാൻ നിന്ന് ഇനി അത്രയും സമയം കൂടെ വൈകിയുള്ളൂ. ഞാൻ എന്തായാലും വരാം. ലാഗേ ലൊട്ടേ നെഹിമുത്തേ. എടാ ഞാൻ ആദ്യമായിട്ടാണ് സിറ്റി 2-ൽ റിവീലിങ്ങിന് പോകണം. ഇത്രയും നാൾ നമ്മൾ റിവീലിങ്ങിന് പോയിട്ടുള്ളതെന്ന് വെച്ചാൽ ലവിടെയൊക്കെയാണ്. അവിടെ മെയിനായിട്ട് പോണത് തന്നെ നമ്മൾ ട്രോപ്പിക്കൽ കാർ സെയിലിൻ്റെ അവിടെ നമ്മൾ മെയിനായിട്ട് കാർ റിവീലിന് പോകണം. ഫസ്റ്റ് ടൈമാണ് ഞാൻ സിറ്റി 2-ൽ റിവീലിങ്ങിന് വരണം. പക്ഷേ ഇവിടെ ഒരു ലൊട്ട പരിപാടി ഇപ്പോഴാണ് ശ്രദ്ധിച്ചാൽ, ഇവിടെ കാർ വാഷ് ചെയ്യാനായിട്ട് ലൊട്ട സ്ഥലമില്ല. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഇത് എപ്പോഴാണ് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഞാൻ കാർ വാഷ് ചെയ്തിട്ടേ വരുള്ളായിരുന്നു. കുഴപ്പമില്ല. റിവീലല്ലേ ബർത്ത്ഡേ എന്നാ? റിവീലല്ലേ ബർത്ത്ഡേ പാർട്ടിക്കാണ് നമ്മൾ വന്നാൽ. ഇതെന്തിലോട്ട് അടക്കണം അവസാനം? എനിക്ക് ഇങ്ങോട്ട് കയറ്റിയിടാം. വണ്ടി അഴുക്കല്ലേ, കുഴപ്പമില്ല. അങ്ങോട്ട് കിടന്നോട്ട്. ഇത് ബർത്ത്ഡേ പാർട്ടിക്കാണ് റിവീലിങ്ങിനെ വന്നാൽ. എന്തായാലും വന്നല്ല, കുഴപ്പമില്ല. ഞാൻ വെച്ച് റിവീലാണെന്ന്. എന്തായാലും നോക്കാം. എൻ്റെ കാർ അങ്ങനെയുണ്ട്. ഇത് കൊള്ളാം. ഇത് ഞാൻ ഒറ്റില്ല. അതല്ലേ എനിക്കറിയാം. മറ്റേ സിനിമയിലെ ഒരുപാട് ഇതാണ് എനിക്കറിയാം. കൊള്ളാം. എനിക്ക് കണ്ടിട്ടുണ്ട്. W ഇത് W കാറാണ്. അതാണ്ട് യാക്ടറോ നിൽക്കണം. എടാ അവനും കാർ തൊടുപ്പെട്ടേക്കണം. എടാ പുത്തേ ഡ്രസ്സ് ചെയ്തിട്ട് മാറ്റില്ലല്ലേ? മാറ്റിയാലാ കുഴപ്പമില്ല. വേണേൽ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് മാറ്റാം. ആ കാറ് ഒരുത്തൻ്റെ പണിയാൻ കൊടുത്താണ്. എന്നിട്ട് ഇപ്പോൾ വേൾഡ് ആയതുകൊണ്ട് പൈസ പോയിന്നാ. അങ്ങനെ അവനെ ഞാൻ എന്തൊക്കെ ഒരു അക്കൗണ്ട് കൊടുക്കാൻ 10K ആകുമ്പോൾ 100+ കാറെന്നാ. എടാ അതൊക്കെ ഇനി ഒരുപാട് വൈകൂലേ മുത്തേ? 10K എന്ന് വെച്ചാൽ ഇനി ഒരുപാട് നമ്മൾ വൈകും. പക്ഷേ നമ്മൾ എത്തിക്കും. അത് തന്നെ എത്തിക്കും വെച്ചാൽ 100% നമ്മൾ എത്തും. നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എത്തൂലേ? അത് തന്നെ എത്തുമൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് സമയം എടുക്കും. മനസ്സിലായില്ലേ? VN ഡിസൂസ. ഇത് പച്ചക്കാറാണല്ലോ, ഫുള്ള് പച്ചക്കാറാണല്ലോ. ഈ കാർ എനിക്ക് തരുമ്പോൾ അവന്മാർ അങ്ങോട്ട് സംസാരിക്കണ്ടാ മുത്തേ. സീരിയസ്ലി മുത്തേ. എടാ എന്തിനാണ് ഇവിടെ വരാൻ പറഞ്ഞ? ബർത്ത്ഡേ പാർട്ടി കാർ റിവീൽ അല്ലെങ്കിൽ യാക്ട്രോ സെൻഡ് യു. എടാ എൻ്റെ പൈസ കൊണ്ട് വേണ്ട മണി കൊണ്ട് വേണ്ട മുത്തേ, വേണ്ട. എടാ ഞാൻ അങ്ങോട്ടല്ലേ തരേണ്ട. പക്ഷേ ലിമിറ്റായി പോടല്ലേ ഞാൻ തരായിരുന്നു. എനിക്ക് വേണ്ട മുത്തേ, വേണ്ട. ഉണ്ട് 50 മില്യൺ. നോ മണി മുത്തേ, നോ മണി. സീരിയസ്ലി നോ മണി. ഇതെന്താ അങ്ങോട്ട് പോകാൻ പറ്റത്ത്? എന്ത് ലൊട്ടാ? പക്ഷേ ഇത് ഞാൻ അപ്പുറത്തോടെ നടന്നു പോകണത് എന്ത് പരിപാടി എന്നാണ് മുത്തേ. എടാ എന്തായാലും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാതിരുന്നാലും അങ്ങനെ ലൊട്ടയാവൂലേ ഗൈസ്? ഒരു ഫോട്ടോ എടുക്കാം. എന്താണ് കീബോർഡല്ല ഡ്രോണേ. പ്രോ മൈക്കാർ നോക്കട്ടെ. ഞാൻ ഒരു ഫോട്ടോ എടുക്കാം. നീ എന്തിനാണ് ബസ് കൊണ്ട് അതിൻ്റെ ഇടയിൽ കയറ്റണത്? നിനക്ക് വേറെ എന്തടാ മുത്തേ നീ കാണിക്കണ? ഓക്കെ ഇത് കൊള്ളാം. ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരാ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കാം.
സീനെന്നാ? കൊള്ളാം കൊള്ളാം. ഇതല്ലേ ഇത്? ഞാൻ കണ്ടേണല്ല. കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ കൊള്ളാമെന്ന്. ബ്രോ എൻ്റെ കാർ എങ്ങനെയുണ്ടെന്നാ? എടാ ഞാൻ ഇത് പറഞ്ഞായിരുന്നല്ല കൊള്ളാമെന്ന്. നീ കണ്ടില്ലായിരുന്ന? ഫ്രോസൻ ആ അക്ഷരം എഴുതി വെച്ചാൽ സീനായിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി എഫ് ചോപ്പിച്ചും ബാക്കി എങ്ങനെയൊക്കെ വെച്ചാൽ കാത്ത് കിട്ടില്ല. കാർ വേൾഡ് 4.0 കാർ വേൾഡ് 4.0 എന്നടാ. എടാ മുത്തിപ്പോൾ റിവീലിന് വന്നിരിക്കുവാണോ അതാ ഇത് റിവീലാണോ അതാ ബർത്ത്ഡേ പാർട്ടിയാണോ നമുക്ക് അറിഞ്ഞോണ്ട് എന്തായാലും വന്നിട്ടുണ്ട്. മുമ്പേ ഫുള്ള് പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ബസ്സിൻ്റെ കാറിൻ്റെ മെഡൽ കൊണ്ട് കയറിയിട്ട് പിന്നെ റിവീലാക്കിയ കാർ എക്സ് ആക്കുമ്പോൾ എന്നൊക്കെ. നിൻ്റെ എന്തിനു പറയണ മനസ്സിലായില്ല ബ്രോ. പോളിടന്ന സെറ്റാക്കാൻ. എടാ വെയിറ്റ്, പോളൊക്കെ ഇടണോ ചേട്ടാ? 16 രൂപയല്ലേ ഉള്ളൂ. പോളൊക്കെ ഇടണോ? സപ്പോർട്ട് ഉണ്ടെങ്കിൽ വേഗം ആകുമ്പോൾ ഒരു ദിവസം 50 സബ് എങ്കിലും ലൈവിൽ കിട്ടും. അങ്ങനെ കിട്ടിയാൽ കൊള്ളണം മുത്ത്. ഓല്ല മറ്റില്ല അവൻ്റെ അടുത്ത് പറഞ്ഞു മറ്റേ. ഓക്കെ. എടാ വാച്ചിങ് കാണാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഉള്ള കാര്യം പറയല്ലേ, വാച്ചിങ് ആണ് നമുക്ക് വേണ്ടത്. ഇച്ചിരി പൈസ. എടാ ലിമിറ്റായി. ആര് ചോദിച്ചാൽ? ഞാൻ ഒരുത്തിന് കൊടുത്തടാവും. ലിമിറ്റായി. ബ്രോ പാസ് എന്താ? എടാ മോഡറേറ്റർ എന്ന് പറഞ്ഞു കൊടുത്താണ്ടാ. ആരാ പാസ് വെച്ചിട്ട്? ഞാൻ ഉണ്ടാക്കിയ ലോഗോ ഇടണോ വേണ്ടയോ എന്ന് പറ. എവിടെ ഇടണോ വേണ്ടതെന്ന് മനസ്സിലായില്ല മുത്തേ. ഇത്രയെങ്കിലും ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് പണ്ട് ഇതും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ അതേ വരും മുത്തേ, വരും. അത് ചാറ്റ് ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഞാൻ ഇവിടെ വന്നിട്ട് അത് മാത്രം വായിച്ചോണ്ട് ചാറ്റ് വെച്ചോണ്ടിരുന്ന ഇത് ശ്രദ്ധിക്കട്ടെ. ബ്രോ അവിടുത്തെ ബസ് നോക്ക്. പാസ് 7. ഓക്കെ ഞാൻ നോക്കാം. ബ്രോ നിൽക്കൊരു കാർ തരാം. എടാ വേണ്ട കുഴപ്പമില്ല. എന്നെ ഉണ്ട് മുത്തേ ഉണ്ട്. ഇവിടെ ഇത് കൊള്ളാമല്ല. ചേർച്ചയുണ്ട് കേട്ടോ. ഇത് കൊള്ളാം. ഞാൻ ബ്രോയ്ക്ക് ഉണ്ടാക്കിയ ലോഗോ ഇടണോ വേണ്ടതെന്ന് പോളിട്ട് ചോദിക്കണം. പോളൊന്നും ഇടണ്ട മുത്തേ. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ ഗെയിമിങ്ങിൽ നിന്ന് വേറെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല മുത്തേ. എൻ്റെ മോന്തല്ലേ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ വെച്ചേക്കണ. മനസ്സിലായില്ലേ? അത് ഞാൻ ഇപ്പോൾ എന്തായാലും മാറ്റാൻ തോന്നല്ല മുത്തേ. എനിക്കിപ്പം ഞാൻ വേറെ ഗെയിമിങ്ങിൻ്റെ ഒന്നും വയ്ക്കാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല. എന്തായാലും അതിപ്പോൾ എനിക്ക് തോന്നല്ല മുത്തേ. പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അതായിരുന്നു അപ്പോൾ ഇടാൻ പറഞ്ഞത്. അതായിരുന്നു. ഓക്കെ. ഇറ്റ്സ് മലയാളി ബ്രോ പ്ലീസ്. ഇവ എന്തിന് പറയണവൻ? ബിഗിനിയറെന്ന് അടിച്ച് വച്ചേക്കണേണ്. എടാ എനിക്ക് ലിമിറ്റായടാ. ഞാൻ നിനക്ക് ലിമിറ്റായെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ അയച്ചു തരും? നീ എന്താടാ? അത് ഒലഹാസിൻ്റെ ഇതാണ്ടാ. ഒലഹാസിൻ്റെ നിയമമാണ്. ലിമിറ്റായി പിന്നെ അടിച്ചു കൊടുക്കത്തില്ല. അതല്ല ലോഗോ അല്ല ബാനർ. ബാനർ എനിക്കിപ്പം മാറ്റാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ തോന്നല്ലടാ ഉത്തേ. സത്യം പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ മനസ്സുകൊണ്ട് നമുക്ക് തോന്നില്ല. മാറ്റണോ വേണ്ടുന്നൊരു തോന്നൽ കാണൂല. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നല്ല. നോക്കട്ടെ മുത്തേ. അതൊന്നും ഞാൻ പോളിട്ട് ചോദിക്കണില്ല. അന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായം മാത്രം നമ്മൾ എടുക്കണില്ല. അത് നമ്മളേതായിട്ടൊരു അഭിപ്രായം കൂടെ എടുക്കണ്ട. അതെനിക്കിപ്പം മനസ്സുകൊണ്ട് തോന്നല്ല. തോന്നണേ ഉറപ്പായിട്ട് നമുക്ക് സെറ്റാക്കാം. മനസ്സിലായില്ലേ? ഇപ്പം എനിക്ക് എന്തായാലും അത് ഇത്രയ്ക്ക് തോന്നണില്ല. ഇതല്ല വേറെ ഏത് ബാനർ ആയാലും എനിക്ക് പെട്ടെന്ന് ബാനർ മാറ്റണം ഇതുവരെ ചിന്തിച്ചില്ല. നോക്കാം. അത്രയും പറഞ്ഞു വളരാമത്തെ. അത്രയും പറഞ്ഞോളൂ. ഇതെന്തരി VN ഡിസൂസേ? ഇത് നേരത്തെ അവൻ്റെ ഒരു പച്ചക്കാർ നേരത്തെ ഉണ്ടല്ലോ. ബ്രോ തരുമെന്നാ? എടാ ഇവന്മാർ എൻ്റെ അടുത്ത് സംസാരിക്കണം. അത് അങ്ങോട്ടും സംസാരിക്കണം. നിങ്ങൾ DM സംസാരിക്കണം. മുത്തിരുന്ന് ഗ്രൂപ്പ് ചാറ്റാ. സീരിയസ്ലി ക്യാഷ് തരൂ. എടാ ക്യാഷ് ലിമിറ്റഡാ. ലിമിറ്റ് മുത്തേ, ലിമിറ്റ്. നിങ്ങൾ എന്ത് പറയണ ചാറ്റ്? സീരിയസ്ലി ഇത് കൊള്ളാം. എടാ കാറൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് 2 കാറ്, ബാക്കിൽ 2 കാറ്. കൊള്ളാം അല്ലേ? വീട്ടിൽ കയറിയല്ല. വീട്ടിൽ കയറണം മുത്തേ. വീട്ടിൽ കയറാം. ഇവിടുത്തെ വീട്ടിലേക്ക് കയറാൻ അങ്ങനെ അത്ര വൈബ് തോന്നല്ലേ? കൊള്ളാം. മഞ്ഞ് ജസ്റ്റ് ഇടയ്ക്ക് വന്നാൽ കയറിട്ട് പോവാം. പക്ഷെ മഞ്ഞിൻ്റെ വീടാണ് നല്ലടാ. ബ്രോ ഒരു PC എത്രയാവും? എടാ PC ഗെയിമിങ് PC സ്ട്രീമൊക്കെ ചെയ്യണവർക്കാണെങ്കിൽ
എടാ നല്ലത് വേണമെങ്കിൽ ഒരു 5 ലക്ഷം 6 ലക്ഷത്തിനകത്ത് നല്ലത് കിട്ടും. RTX ഒക്കെ സെറ്റായിട്ടുള്ളത്. അല്ലാതെ ചെറിയ രീതി എടുക്കുവാണെങ്കിൽ 2 ലക്ഷം 1 ലക്ഷത്തിനൊക്കെ 1.5 ലക്ഷത്തിനൊക്കെ നല്ലത് കിട്ടും. നല്ലതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ളത് വലിയ അത്ര കിടിലൊന്നും ആയിരിക്കില്ല, പക്ഷേ ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ. നല്ലത് വേണമെങ്കിൽ ഒരു 5 ലക്ഷം 6 ലക്ഷത്തിനൊക്കെ നല്ലത് കിട്ടും. ഇപ്പോൾ ഈ ഇടയായിട്ട് വിലയും കൂടി വരുവാണെന്നൊക്കെയാണ് കേൾക്കണല്ലോ. ഒട്ടകൾ മനപ്പൂർവ്വം എന്ത് കഷ്ടമാണെന്നാണ്. ഒരു PC എടുക്കാൻ തന്നെയാണ് ഇത്രയും കഷ്ടപ്പെടണം. ഒരു PC എടുക്കണം എന്ത് പാടാണെന്നാണ്. കരോള് കുണ്ണ പിന്നെ വന്നു. അവിടെ ഞാൻ കണ്ടില്ല കരോളും ചെയ്യുന്നു. ഇവിടെ ഇന്നലെ തന്നെ എന്തിനായിരുന്നു ഞാൻ ഒന്നും ഈ സ്റ്റക്ക് അടിച്ചതിൻ്റെ ഒന്നും കാണാനും പറ്റില്ല. ആ ലൊട്ട എന്തെങ്കിലും പറഞ്ഞാൽ ആവശ്യ സമയത്ത് സ്റ്റക്കും ആയി ലൊട്ട. ഞാൻ പിന്നെ കണ്ടില്ല, വന്നാന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ഇതെന്തോ സാധനം. ഇപ്പോൾ നമുക്ക് ഡ്രൈവ് പോകാം. അച്ചു പറ്റി ഓഫ് കോഴ്സ്, നല്ല കാര്യമല്ലേ. മഞ്ഞിലെ വീട് 8 ലാക്സിന് കൊടുക്കണ്ട. അന്ന് ഒലകാസിന് നല്ലത്, ബിഗിനിയേഴ്സിന് നല്ലത് 5 ലാക്സ് ആണെന്നാ. എടാ മൊത്തം CPM 2-ലുണ്ടല്ലോ. CPM 2-ൽ 4 വീടും എൻ്റെ കയ്യിലുണ്ട്. CPM പക്ഷേ ഇതിലെനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ചാൽ കണ്ട, ഈ വീടുണ്ടല്ലോ, ഇവിടെ ഉള്ള വീട് ഇത് റിയൽ മണിയാണ്ട്രാ. ഇല്ല, ഇതെനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. CPM 2-ലുണ്ട് എൻ്റെ കയ്യിൽ 2000 കോയിനാണ്. ഇതിൽ റിയൽ മണിയാണ്. ലൊട്ടകൾ മനഃപൂർവ്വം റിയൽ മണിയൊക്കെ ചെയ്യുകയാണ്. ലൊട്ട പരിപാടി ചറ്റേ സീരിയസ്ലി ലൊട്ട ഒലഹാസ് പൈസ പുടുങ്കായിരിക്കുവാണ് ലൊട്ടയുടെ അണ്ണാക്കിൽ കൊടുത്ത് വിട്ടു. ലൈവ് എൻ്റെ ഇപ്പോൾ വേറെ എന്നാ ഓടാവോ. ആ സമയത്ത് എനിക്ക് സ്റ്റക്കായിപ്പോടാ. എനിക്ക് ഒന്നും മാറാനാ കാണാനൊന്നും പറ്റാത്ത അവസ്ഥയായി പോയി. സ്റ്റക്കായിപ്പോയി, ചാറ്റ് സ്റ്റക്കായിപ്പോയി. അതാണ് എന്തായാലും ലൊട്ട അടിച്ചതാണ്. എനിക്ക് കാണാൻ പറ്റില്ല എന്ത് നടന്നെന്ന്. നമ്മൾ ആ സമയത്ത് റിവീലിങ്ങിനായിട്ട് നിൽക്കുമല്ലായിരുന്നു. അതിന് ശേഷം അതിന് മുന്നേ എപ്പോഴും ഒരു സമയത്ത് സ്റ്റക്കായാണ്. അതിന് ശേഷമാണെന്ന് തോന്നുന്നു. സ്റ്റേഷൻ അടുത്ത റൂം ഇടണതിൻ്റെ ഇടയ്ക്കാണ്ട് നോക്കിയപ്പം ഒന്നും വരണില്ല. ഞാൻ വെച്ച് ഒന്നും മെസ്സേജ് ഒന്നും ഇടാത്തായിരിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആനം കണ്ടില്ല. അങ്ങനെ എന്തിനാ സ്റ്റക്ക് അടിച്ചാണ്. അതാണ് റെക്സ് എന്നാ HH ബ്രോ ഒന്നുകൂടി പറയൂ. PC-ക്ക് എത്രയാകുന്നുണ്ട്? PC-ക്ക് നല്ലതിനാണെങ്കിൽ ഒരു 5-6 ലക്ഷം. ഒരുവിധം ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷം കുഴപ്പമില്ലാതെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം 1.5 ലക്ഷത്തിനൊക്കെ നല്ല കിട്ടും. അതിലും താഴെയാണെങ്കിൽ വളരെ ലോ ആണ്ട്രാ. കാണാൻ വേണ്ടി മാത്രം കൊള്ളാം, അങ്ങനെയുള്ളൂ. ഗെയിമിംഗ് PC-യിൽ വരുവാണ് ഞാൻ പറയണം. ഈയിടെയായിട്ട് വില കൂടിയും വരുമല്ലേ. ക്രൂസിയർ ഹലോ, നമ്മളെ നൻപം വന്നില്ലല്ലോ എന്നാ. അടിമാർ എൻ്റെ അടുത്ത് സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ട്. എൻ്റെ അടുത്ത് ലെറ്റർ ബോക്സിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കണം. എന്ത് സിഗ്മ പോയി ലെറ്റർ ബോക്സിൽ നിന്ന് ആരെങ്കിലും പെണ്ണ് മെസ്സേജ് അയച്ചേക്കണം. എന്ത് കിടക്കണമൊക്കെ ഇവിടെ സീരിയസ്ലി. അവൻ അണ്ടി എന്തിനും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പറ്റില്ല. അവനല്ലേ കരോളഞ്ച്. ഓക്കെ എടാ അത് എന്തൊക്കെ വന്നു കേട്ടോ, എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മിസ്സാക്കി കളഞ്ഞ്. കുഴപ്പമില്ല. ഇനി വരുവാണെങ്കിൽ കൊടുക്കാമല്ലേ. ഇനി വരുവാണെങ്കിൽ വരട്ടെ അതിന്. ബ്രോ എനിക്ക് അക്കൗണ്ട് ഞാൻ ഹൗസ് അൺലോക്ക് ആക്കി തരാം. എടാ കുഴപ്പമില്ല. അന്ന് വേണ്ട, കുഴപ്പമില്ല. നമുക്ക് ഉള്ളതിൽ അത്യാവശ്യം ഉണ്ടല്ലോ. കുഴപ്പമില്ല. അന്നും കുഴപ്പമില്ല. അന്ന് കുഴപ്പമില്ലടാ. പക്ഷേ മാർക്ക് പറ്റി. ഓക്കെ എടാ നമുക്ക് ഇറങ്ങിയാലോ, അടുത്ത റൂം പോയാലാ. ഇത് നമ്മൾ ഒരുത്തൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിട്ടുണ്ട്. ഇത് വന്നതാണ് പാർട്ടിയും പ്ലസ് റിവീലിംഗ് പോലെയൊക്കെയാണ് നടന്നത്. എന്തായാലും ഓക്കെയാണ്. പൈസ അല്ലാതെ വാങ്ങിക്കാം. എടാ അതെങ്ങനെ, നീ എന്ത് പറയണം? പൈസ ഇല്ലാതെ എങ്ങനെ വാങ്ങിക്കണ? അത് വാങ്ങിക്കത്തില്ല. GG വച്ചെന്നാ. എടാ നമുക്ക് അവിടെ ഒന്ന് പോയാലോ. അവിടെ വരെ ഒന്ന് പോയാലാ. എനിക്ക് അവിടെ എന്തായാലും വീടിപ്പം എടാ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആ വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. കാരണം വെച്ചാൽ CPM 2-ൽ എൻ്റെ ആ വീടൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ. CPM 1-ൽ അങ്ങനെ അത്രയ്ക്ക് ആഗ്രഹമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഞാൻ ഒന്ന് നിൽക്കാം. ആ വീട് വരെ ഒന്ന് പോവാം. നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഇവിടെയല്ല വീട്. നമുക്ക് ചുമ്മാ വന്നതുവരെ പോവാം. ചുമ്മാ കാണാൻ പോകണം കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും ആക്കല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ല എനിക്ക് വേണമെങ്കിൽ. ഓക്കെ ഞാൻ ജസ്റ്റ് ആ വീട് വരെ പോകണം. നിങ്ങൾ വരണമെങ്കിൽ വേണ്ട കൈസ്, നിങ്ങൾ വരണമെങ്കിൽ വാ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ പോകണം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ. CPM 2-ൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. CPM 1-ൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ്. നിങ്ങൾ വരണമെങ്കിൽ വന്നോ, അത്രയേ ഉള്ളൂ. നമ്മൾ പോയിട്ടില്ല, അതുകൊണ്ടാണ്. വണ്ടി മൊത്തം അഴുക്കാണ്. എൻ്റെ ഫ്ലൈ സ്കൂളിൽ മൊത്തം അഴുക്ക് പിടിച്ച് ലൊട്ട അടിച്ച് കിടക്കുന്നത്. എന്ത് കഷ്ടമെന്നാണിത്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇവിടെയാണെങ്കിൽ കഴിവാനൊരു സ്ഥലം പോലും ഇല്ല. അതിത്തിരി എല്ലാം ആണ്ട്രാ. സിറ്റിയിലൊക്കെ 2-3 വേണം. ഹായ് റെഡ് ഫോക്സ് BS. അയ്യോ അങ്ങോട്ട് വഴിയേറ്റ് പോയി. അർജുൻ എന്തല്ല. ഓ ലൊട്ട ലാഗ്. ലൊട്ടേ നീ ലാഗിൻ്റെ ലൊട്ട. ഇടാ ക്രൂസിയർ. എടാ ഉമാർ അങ്ങാട്ടിങ്ങായിട്ട് സംസാരിക്കണം. ഓക്കെ
എടാ DM പോടാ മച്ചാന്മാർ, ഇത് എന്താണിത്? എല്ലാവരും കൂടെ ഗ്രൂപ്പിൽ കിടന്ന് അങ്ങാട്ടിക്കാണ്ട് സംസാരിക്കണം, കുഴപ്പമില്ല. അയ്യോ അതാരും അങ്ങോട്ട് കൂടാ, ഒരുത്തരെ കണ്ട ഒരുത്തൻ കുഴിയിലോട്ട് പാഞ്ഞു പോയടാ, അത് ആരത്? ബ്രോ എനിക്ക് അതൊക്കെ ഭയങ്കര ചാറ്റൊക്കെ വായിക്കും. ജസ്റ്റ് വണ്ടി ഓടിക്കില്ല, ശ്രദ്ധ തിരിയും വണ്ടി ഓടിക്കണം. ഞാൻ ശ്രദ്ധ തിരിയും. വേണ്ട താണത് ലോട്ട. ഓ CPM 2 ഈ ഇടത്തോട്ടൊക്കെ വാട്ടണം, ഇത്തിരി വ്യത്യാസമാണ്. യാക്ട്രം യോ അത് അവന്മാരങ്ങാട്ടി ഇത്തരുത്, അവന്മാരങ്ങാട്ടി കണ്ട് സംസാരിക്കണം. റൈറ്റൊക്കെ നിൽക്കേ, അതേത് പെണ്ണവിടെ കൂടെ ഓടിക്കളിക്കണ? ഒക്കില്ല വീട്, മിന്നൽ മുള്ളിയല്ലേ, എനിക്കില്ല ഒക്കില്ല. ബൈ ഹോം 490 രൂപ. കണ്ട 490 രൂപയ്ക്കൊന്നും ഞാനാമത്തെ നോ നെവർ. 2000 കോയിനാണ് CPM 2 നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമുക്കറിയാം. സെലോൺ എൻ്റെ കിങ് റാങ്ക് അക്കൗണ്ടാണ്, മാക്സ് കോയിനാണ് അക്കൗണ്ടാണ്. ഞാൻ റെഡ് ഫോക്സിന് കൊടുക്കാൻ പോകും. എടാ മുത്തേ വേണ്ട, കുഴപ്പമില്ല. എടാ മുത്തേ അതൊന്നും വേണ്ട, എന്തെങ്കിലും ഒട്ട പറയണം. സീരിയസ്ലി നോ മുത്തേ, നോ നെഹി മുത്തേ നെഹി. എന്തിരുന്ന് ഷെഫിൻ സീറ്റിന്നാ. എടാ ഒരു കാര്യം നെക്സ്റ്റ് റൂം ഇട്ടാലാ, നമ്മളിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് വന്നതാണ് ഗൈസ്. നിങ്ങൾ ലൊട്ട പറയില്ല ഗൈസ്, നമ്മളതിൽ ചുമ്മാ വരുവാണ്. കൊടുക്കുന്ന വേണ്ട കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നെക്സ്റ്റ് റൂം ഇടാം. എല്ലാവരും വന്നു, നമുക്ക് കുറച്ച് വൈബ് അടിച്ചാലേ. എടാ ക്യാരവന് വൈബ് അടിച്ചാലാ. വന്നു ഗൈസ്. നെക്സ്റ്റ് റൂം